ശബരിമല വാർത്തകൾ. ശബരിമലയിൽ ഇത്തവണ മണ്ഡലകാലത്തെ ആദ്യ 20 ദിനങ്ങളിൽ നീക്കം ചെയ്തത് 1640 ലോഡ് മാലിന്യം. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിശുദ്ധി സേനയും ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയും ചേർന്ന് മാലിന്യം നീക്കം ചെയ്തത്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ വിശുദ്ധി സേന വളണ്ടിയർമാരാണ് മാലിന്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്ത് വൃത്തിയും ശുദ്ധിയുമുള്ള ശബരിമലയ്ക്ക് തിളക്കം പകരുന്നത്. ദിവസവും 35 ലോഡ് മാലിന്യമാണ് സന്നിധാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. 5 ട്രാക്ടറുകളിൽ അപ്പാച്ചിമേട് മുതൽ പാണ്ടിത്താവളം വരെയുള്ള പ്രദേശങ്ങളിലെ മാലിന്യം ശേഖരിക്കുന്ന വിശുദ്ധി സേന ദേവസ്വം ബോർഡിന്റെ പാണ്ടിത്താവളത്തുള്ള 3 ഇൻസിനേറ്ററുകളിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. മണിക്കൂറിൽ 700 കിലോയാണ് ഇവിടുത്തെ സംസ്കരണ ശേഷി. പമ്പയിൽ 3 ട്രാക്ടറുകളിൽ 7 തവണയാണ് മാലിന്യം ശേഖരിക്കുന്നത്. അപ്പാച്ചിമേട് ടോപ്പ് മുതൽ ചാലക്കയം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ദിവസവും 21 ലോഡ് മാലിന്യമാണ് ദേവസ്വം ബോർഡിന്റെ പമ്പയിലെ ഇൻസിനേറ്ററുകളിൽ സംസ്കരിക്കുന്നത്. 24 ലോഡ് മാലിന്യമാണ് നിലയ്ക്കലിലെ പ്രതിദിന സംസ്കരണം. 1000 ജീവനക്കാരെയാണ് ശബരിമലയും പരിസരവും വൃത്തിയാക്കാനായി നിയോഗിച്ചിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 300 വിശുദ്ധിസേന വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു. പമ്പയിൽ 210, നിലയ്ക്കലിൽ ബേസിൽ 450, പന്തളം 20, കുളനട 10 എന്നിങ്ങനെയാണ് വിശുദ്ധി സേന വിന്യാസം. സേനയ്ക്കൊപ്പം ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് ജീവനക്കാർ ദിവസവും 1 മണിക്കൂർ തിരുമുറ്റവും നടപ്പന്തലും മാളികപ്പുറവും വൃത്തിയാക്കുന്നുണ്ട്. 2 ലോഡ് മാലിന്യമാണ് ദൈനംദിനം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. ശബരിമലയിലെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കിയതായും ദിവസവും ശുചിത്വയാത്ര നടത്തി സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതായും ശബരിമല ADM അരുൺ എസ് നായർ അറിയിച്ചു. തീർത്ഥാടന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖലയാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഏകദേശം 1000-ഓളം വരുന്ന വിശുദ്ധി സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിൽ ഭക്തർക്ക് അസൗകര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങൾക്ക് പുറമെ പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ വിശുദ്ധി സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധി സേനാംഗങ്ങൾ എല്ലാ ദിവസവും അവരുടെ പ്രവർത്തനത്തിലൂടെ ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. സീസൺ തുടങ്ങി ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം 1700-ഓളം ലോഡ് മാലിന്യങ്ങളാണ്, അജൈവ മാലിന്യങ്ങളാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. i4 ന്യൂസ്, പാല.